ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ കാണിക്കുന്നത് വീണ്ടും നമുക്ക് നോമ്പിന് റമദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മളെ മലയാളികൾക്ക് ഒരു പൊറോട്ടനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് മുട്ട പഫ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പഫ്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കലാണ് ചെയ്യുക. എത്ര നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ ആ വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് ആയി കിട്ടലില്ല. അത് വേറൊരു ടേസ്റ്റാണ് അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുന്നതാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ചായിട്ട് എടുത്തോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട പഫ്സാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദയാണ് എടുത്തത്. 2 കപ്പിൻ്റെ അളവിലുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മൈദ തന്നെ എടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇത് മൈദപ്പൊടി തന്നെയാണ് വേണ്ടത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഓയിലാണ് കേട്ടോ. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് കൊടുക്കട്ടോ. 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ എടുത്തത്. 2 കപ്പ് മൈദക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നല്ല പുട്ടിനൊക്കെ കുഴക്കണ പോലെ നല്ലോണം ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. എല്ലായിടത്തും ഈ ഒരു ഓയിലാവണം. അതിന് ഒരു 2-3 മിനിറ്റ് ടൈം എടുക്കും. അങ്ങനെ ആക്കിയെടുത്താൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാകം ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ തിരിച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലൂസായി പോകാൻ പാടില്ല. കുറച്ച് നല്ല സോഫ്റ്റ് ആവണം, എന്നാൽ കുറച്ച് ഹാർഡായിട്ടാണ് വേണ്ടത്. ആ ഒരു രീതിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ലൂസല്ല, ഒത്തിരി ഹാർഡാണ്, എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക. അതവിടെ മൂടി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. മുട്ട പഫ്സിന് മുട്ടൻ്റെ മസാല വേണമല്ലോ. അപ്പോൾ അതിന് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഈ 2 കപ്പിൻ്റെ അളവിനുള്ളതാണ് പറയുന്നത്. 2 ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള 2 ഉള്ളി അത്ര നമുക്ക് ആവശ്യമുള്ളൂ. അധികം വലിയതൊന്നല്ല. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് എടുത്തത്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് സോഫ്റ്റ് ആവണവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഉള്ളിയിലേക്കുള്ള ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാലയ്ക്ക് വേണ്ടി ഉപ്പ്. അപ്പോൾ അത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. വല്ലാണ്ടൊന്നും കളറൊന്നും മാറണ്ട. അപ്പോൾ അത് 2 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂൺ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. ഒരു നുള്ള് അത്ര തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ ഉണ്ടാവും. രണ്ടും കൂടെ അത്രയേ ഉള്ളൂ. അത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചായ മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇളക്കിയതിൻ്റെ ശേഷം നമ്മളിനി പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ഗരം മസാല പൊടിച്ചത് അതും ഒരു 1/4 ടീസ്പൂൺ. ഇത്രയാണ് പൊടികൾ ചേർത്തത്. ഈ പൊടികൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് അയണിൻ്റെ പാൻ ആയതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നിങ്ങൾ സാധാരണ പാനിലാണ് ഉണ്ടാക്കണമെങ്കിൽ ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കറിവേപ്പില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലാണ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പുഴുങ്ങിയ മുട്ട അതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തത്. വലിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ 2 വലിയ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ എടുക്കാം. അതേപോലെ തന്നെ ബട്ടർ മെൽറ്റ് ചെയ്തത് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തത്. എന്നിട്ട് ഓയിലും കൂടെ 2 ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ കൊടുക്കുക. അത് ഇളക്കി നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ക്രീം ആകണ വരെ, നല്ലൊരു ക്രീമി ടെക്സ്ചറിലാകണ വരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവറാണ് ഇതിൽ ചേർക്കേണ്ടത്. എന്നിട്ട് നല്ല ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടെക്സ്ചറാണ് ഉണ്ടാവുക. ആ ഒരു രീതിക്കാണ് ഇത് ഇളക്കി എടുക്കേണ്ടത് കേട്ടോ. ശരിയായ നമ്മളെ മിൽക്ക് മെയ്ഡ് പോലെയാണ് ഉണ്ടാവുക. ഇനി ഇതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവാണിത്. ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടി വെക്കുക കേട്ടോ. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടിയെടുത്താൽ മതിയേ. അപ്പോൾ അത് ഞാൻ മൊത്തത്തിലെല്ലാം ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റും. ഒരു പൂരിൻ്റെ സൈസിലുള്ള ഉരുള മതി. എന്നിട്ട് ഇത് ഓരോ ഉരുളയും നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. ഉരുട്ടി വെക്കുക. അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഷേപ്പ് ചെയ്ത ഓരോ ഉരുളയും എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ മൈദ തന്നെയാണ് എടുത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കുക. ഈസിയാണ് കേട്ടോ. ഈ ഓയിലിട്ട് കുഴച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തത്. ഈ ഒരു വലുപ്പം മതി കേട്ടോ. നല്ല കുറച്ച് നൈസായിട്ട് തന്നെ, തീരെ തടിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു തടി ഞാൻ കാണിച്ചാൽ കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ ഇതവിടെ മാറ്റി വെക്കുക. അടുത്ത ഉരുള എടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മാറ്റി പിന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം. അതുപോലെ ഈ ഒരു രീതിയിൽ എല്ലാ ഉരുളയും നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച എല്ലാ ഉരുളയും ഇതേ വലുപ്പത്തിൽ ഇതേ രീതിയിൽ പരത്തി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടായിട്ട് തന്നെ എല്ലാം പരത്താൻ പറ്റില്ല. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് മൂടി എന്തെങ്കിലും വെച്ച് റൗണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരേ വലുപ്പത്തിലായിരിക്കണേ. അപ്പോൾ അത് മൊത്തം ഞാൻ പരത്തിയെടുത്തതാണ്. ഇനി അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് പുരട്ടിയിട്ട് നല്ലോണം ഒന്ന് എല്ലാം എടുത്ത് ആക്കി കൊടുക്കുക. അധികം അറ്റത്തേക്ക് ആക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇനി പിന്നെ ഇത് പരത്തും. അപ്പോൾ ആ പരത്തുന്ന സമയത്ത് അതിൻ്റെ അറ്റത്തേക്ക് വന്നോളും. ഇനി ഇതിൻ്റെ മേലെ അടുത്തത് വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ രണ്ടാമത് വെക്കുന്ന സമയത്ത് ആ എയറൊക്കെ പോക്കിയിട്ട് മെല്ലെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് വെക്കേണ്ടത്. ഇനി എന്നിട്ട് എയറൊക്കെ ഫുള്ള് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് അതിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു ക്രീം പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ ക്രീം എത്ര വേണമെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഇനിയും വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ കലക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്തവും വെക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയ എല്ലാ റൊട്ടിയും ഇതേപോലെ വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ മൊത്തം വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സെറ്റായിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തത് കേട്ടോ. 5 വെച്ചിട്ട് ഞാനിപ്പോൾ 2 സെറ്റായിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ഇത് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ 2 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ 5 വെച്ചിട്ട് 2 ആക്കിയിട്ടുണ്ട്. അതിലിനി ഓരോന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തുക. നിങ്ങൾക്ക് എത്രത്തോളം നൈസാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുക. ഈസിയാണ് ഇത് പരത്താൻ, വലിയ പ്രയാസമൊന്നുമില്ല. നല്ല പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. അപ്പോൾ ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കട്ടോ. ഞാൻ കാണിച്ചു തരാം. എത്രത്തോളം നിങ്ങൾക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്തിയാൽ മതി. അപ്പോൾ എത്ര പരത്തണോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ലെയറൊക്കെ നൈസായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിക്ക് ഒരു ചപ്പാത്തിൻ്റെ തടിയപ്പോൾ ഉള്ളൂ, ആ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് കട്ടർ വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോക്ക് കാണിക്കുന്നതായതുകൊണ്ട് സ്ക്വയർ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റമൊക്കെ മുറിച്ച് കളയാണ്. അപ്പോൾ കളയണ്ട, ഇത് ഉരുട്ടിയിട്ട് മാറ്റി പിന്നെ നമുക്ക് ഇത് ഒന്നും കൂടെ പരത്തിയിട്ട് നമുക്ക് സമൂസക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് കളയണ്ട, ഇതവിടെ മാറ്റി വെക്കുക. മുറിച്ചിട്ട് സൈഡൊക്കെ മാറ്റി വെക്കുക. ഇത് ഉരുട്ടിയിട്ട് ഇനി നമുക്കൊരു ഉരുളാക്കിയിട്ട് സമൂസക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് കളയലില്ല, എടുത്ത് വെക്കലാണ്. അപ്പോൾ ഈ ഒരു അറ്റമൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ ഞാനിത് സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടു ഒന്നും കൂടെ സെൻറ്റർ ഒന്നും കൂടെ മുറിച്ച് കൊടുത്തിട്ട് ഓരോ സ്ക്വയർ പേസ്ട്രീസ് ആക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന റെഡിമെയ്ഡ് ഷീറ്റ് പോലെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാവുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ ഓരോ ഷീറ്റ്. നമ്മളിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു ഷീറ്റ്. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അതിൻ്റെ ഒരു ലെയറൊക്കെ കണ്ടില്ലേ, ഇത് ശരിക്കും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് സൂക്ഷിക്കാനും പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് സൂക്ഷിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തത് ഞാൻ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ സൈഡൊക്കെ മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ക്വയർ ഷേപ്പിലേക്ക് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ സ്ക്വയർ ആക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയും ഷീറ്റാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ആണിത്. ഇതിലേക്ക് ഞാൻ 2 മുട്ട പുഴുങ്ങിയിട്ട് സെൻറ്റർ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. 2 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനി ഇതിൻ്റെ ഓരോ ഷീറ്റ് എടുക്കുക. ഓരോ ഷീറ്റ് എടുത്തിട്ട് നടുവിൽ നമ്മൾ ഈ മുട്ടൻ്റെ മസാല ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ പീസ് മുട്ടയും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് നോക്കിയതാണ്, വലിയ മുട്ടയിൽ പോകില്ല. അപ്പോൾ അതിനെ ഒന്നും കൂടെ മുറിക്കണം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പം വെച്ചത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ പോരാ, മൈദ വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം കേട്ടോ. മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് പശ പോലാക്കി എടുത്തതാണ്. 1 സ്പൂൺ മൈദയും 1 സ്പൂൺ വെള്ളമാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പശ പോലാക്കിയിട്ട് ഇതിൻ്റെ സൈഡ് മൊത്തം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പൊരിക്കുന്ന സമയത്ത് തുറന്നു പോവും, എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് ഇത് നിർബന്ധമാണെന്ന് പറഞ്ഞത്. ഈ മൈദ നിർബന്ധമായിട്ടും തേക്കണം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലൊന്ന് എയർ കിടക്കാണ്ട് നല്ല ഉഷാറായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് ഇത് നല്ലോണം പ്രസ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല പശയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണേ, ഉള്ളിലേക്ക് എണ്ണ കയറി പോകരുത്. അതുകൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഷീറ്റ് എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. ഇതിപ്പോൾ പാച്ച്മെൻറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഇത് ഇനിയിപ്പോൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ബട്ടർ പേപ്പർ എടുക്കുക. അതും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറില്ല, അത് ഇതേപോലെ ഷേപ്പിൽ മുറിച്ചെടുത്താൽ മതി കേട്ടോ, പ്ലാസ്റ്റിക് കവർ. എന്നിട്ട് ഓരോ ഷീറ്റ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ നമ്മൾ എന്താണോ നമ്മൾ എടുക്കുന്ന കവറോ ഷീറ്റോ എന്താ വെക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഷീറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ പിന്നെയും കവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഷീറ്റുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത്രയും ഷീറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഫ്രീസറിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് 1 മാസം വരെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഈ കവറുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോമ്പിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണിത്. പിന്നെ പഫ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതാ ഞങ്ങൾ ആവശ്യത്തിന് ഇപ്പോൾ ഇവിടെ 5 എടുത്തു. ഒന്ന് ഞാൻ വേറൊരു ഷേപ്പിലാക്കിയതാണ്. ഇത് ഞാൻ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്തതാണ്. 4 ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോ പഫ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ എണ്ണ വല്ലാണ്ട് അങ്ങ് ചൂടായി പോകാൻ പാടില്ല, ഒരു മീഡിയം തീയിൽ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് ചെറിയ തീയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, കാരണം ഇത് കുറേ ലെയേഴ്സ് ഉള്ളതുകൊണ്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ പൊരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് പഫ്സ് പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് വീഡിയോസ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും പഫ്സ് ഉണ്ടാക്കുന്നത് ഈസിയാണ് വീട്ടിൽ പഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരിക്കലും ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ആയി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു ചാലഞ്ച് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തമ്പനയിലും ടൈറ്റിലൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. നാട്ടിൽ കിട്ടുന്ന നമ്മളെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ മുട്ട പഫ്സാണ്, അതേ ടെക്സ്ചറും ടേസ്റ്റും എല്ലാം സെയിം ആണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ശതമാനം പോലും ഇത് പിന്നോട്ട് പോയി നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട പഫ്സാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അത് ഞാൻ അടുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട പഫ്സാണ്. പിന്നെ മുട്ട പഫ്സ് ഞാൻ പറഞ്ഞല്ലോ, പൊറോട്ടനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെയാണ്, നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മുട്ട പഫ്സ്. പിന്നെ ഈ ഒരു ചായക്കടികളൊക്കെ കാണിക്കുന്ന സമയത്ത് കുറേ കമൻസൊക്കെ വരുന്നുണ്ട്, ഇത് ഹെൽത്തി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അറിയെങ്കിലും നമുക്കിപ്പോൾ റമദാനിനൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായതുകൊണ്ടാണ് കുറച്ച് ചായക്കടികൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ടാക്കി നോക്കുക, അല്ലാത്തവർ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ശബ്ദം കേൾപ്പിച്ചു തരാം. ഈ ഒരു പൊടിക്കുന്ന ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പെർഫെക്റ്റാണ് ഇത് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും പറയാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.